ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ആക്ച്വലി നിങ്ങളോട് പറഞ്ഞിരുന്നത് കുറച്ച് കൗതുകകരമായ ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഇൻഫർമേഷൻസ്. അതുപോലെ നിങ്ങൾക്ക് ഇതിപ്പം എക്സാംസിനൊക്കെ ഉപയോഗിക്കാനും പറ്റും. ഇപ്പം PSC ഒക്കെ എക്സാം ചെയ്യുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം, ചിലപ്പോൾ അറിയാത്ത കാര്യങ്ങളുണ്ടാവും. എന്തായാലും നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ഫസ്റ്റ് ആദ്യമായിട്ട് പറയുന്നത് വെച്ചാൽ, നമ്മൾ സാധാരണ വെള്ളമൊക്കെ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വേണ്ടി ഐസാക്കാൻ വേണ്ടി വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഐസാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളമൊക്കെ തണുത്ത വെള്ളം നമ്മളാണ് അധികം നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന തണുത്ത വെള്ളം വെക്കുന്നത്. എന്ന് വെച്ചാൽ തണുത്ത വെള്ളം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഐസായി കിട്ടുന്നതാണ് നമ്മളൊരു ധാരണ. പക്ഷേ അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. ചൂടുവെള്ളം വെച്ചാലാണ് ഏറ്റവും പെട്ടെന്ന് ഐസായിട്ട് കിട്ടുക. അപ്പം സാധാരണ തണുത്ത വെള്ളം വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതിനെക്കാട്ടും വളരെ ഫാസ്റ്റായിട്ട് ചൂടുവെള്ളം വെച്ച് കഴിഞ്ഞാൽ അത് ഐസായിട്ട് കിട്ടും. ഇതൊരു പുതിയൊരു ഇൻഫർമേഷനാണ് നിങ്ങളോട് പറയാൻ തോന്നുന്നു. പിന്നെ നെക്സ്റ്റ് ഒന്ന് പറയുന്നത്, ഇനി നിങ്ങൾ പരീക്ഷ നോക്കുക, ഇത് ശരിയാണെന്നൊന്ന് പരീക്ഷ നോക്കുക. നമ്മൾ ഇംഗ്ലീഷിൽ 26 അക്ഷരങ്ങളുണ്ട്, ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 26 ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സെൻറ്റൻസ് ആയിരിക്കും എഴുതാൻ പറ്റുക വളരെ പെട്ടെന്ന്? അത് ഞാനൊരു സെൻറ്റൻസ് പറഞ്ഞു തരികയാണ്. ദ ക്വിക്ക് ബ്രൗൺ ഫോക്സ് ജംപ്സ് ഓവർ ദ ലേസി ഡോഗ്. ഈ ഒരു സെൻറ്റൻസിൽ 26 അക്ഷരം ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി പറയാം. ദ ക്വിക്ക് ബ്രൗൺ ഫോക്സ് ജംപ്സ് ഓവർ ദ ലേസി ഡോഗ്. ഇതാണ് ഒരു ഫുൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇതിൽ 26 അക്ഷരങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയുന്നത്, ഇംഗ്ലീഷിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്? ഐ ആം എന്നാണ്. അതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ഇംഗ്ലീഷിലുള്ളത് അതാണ്. പിന്നെ വേറൊന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബോഡിയിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയ മസിൽ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ ബോഡിയിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മസിൽ നാവാണ്. അതിൻ്റെ ആൻസർ നാവാണ്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയ നമ്മുടെ ടങ്ക്, നാവാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയ മസിൽ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ. നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ഉറുമ്പിനെ കുറിച്ചിട്ടാണ്. ഉറുമ്പ് ആക്ച്വലി നമ്മളെ ഒരു 12 ഹവറിൽ റെസ്റ്റ് ചെയ്യുന്ന ടൈം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? വെറും 8 മിനിറ്റാണ് റെസ്റ്റ് ചെയ്യുക. 12 ഹവറിൽ, നമ്മളെ ഒരു ദിവസത്തെ 12 ഹവറിൽ 8 മിനിറ്റാണ് അതിനൊരു റെസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വളരെ കുറച്ച് മാത്രം റെസ്റ്റ് എടുക്കുന്ന ആളാണ് ഉറുമ്പ്. ഇനി നമ്മൾ പല പേരുകളും കേട്ടിട്ടുണ്ട്. ഇപ്പം ഓരോ ആൾക്കും ഓരോ ഡിഫറെൻറ്റ് നെയിംസാണ്. ആ നെയിംസിലാണ് എല്ലാവരും അറിയപ്പെടുക. ലോകത്തിലെ ഏറ്റവും കൂടുതലുള്ള നെയിം ഏതാണെന്ന് അറിയാമോ നമുക്ക്? മുഹമ്മദാണ് ലോകത്തിലെ ഏറ്റവും കൂടുതലുള്ള നെയിം എന്ന് പറയുന്നത്. പിന്നെ ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ സാധാരണ ചോക്ലേറ്റൊക്കെ കഴിച്ചിട്ട് വീട്ടിലൊക്കെ ബാക്കി വരുന്ന സമയത്ത് ചിലപ്പം ചോക്ലേറ്റിൻ്റെ പീസൊക്കെ നമുക്ക് പട്ടികൾക്ക് കൊടുക്കാറുണ്ട്. നിങ്ങൾ ഒരിക്കലും പട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കാൻ പാടില്ല. ഒരു കാരണവശാലും കൊടുക്കരുത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോക്ലേറ്റിൽ തിയോബ്രൊമൈൻ എന്ന് പറഞ്ഞ ഒരു കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. തിയോബ്രൊമൈൻ എന്നാണ് കണ്ടൻറ്റിൻ്റെ പേര്. ഇത് പട്ടിയുടെ ഹൃദയത്തിൻ്റെയും നെർവ് സിസ്റ്റത്തിനെയും കംപ്ലീറ്റ്ലി തകരാറാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ തിയോബ്രൊമൈൻ അടങ്ങിയിട്ടുണ്ട്. അത് മനുഷ്യർക്ക് പ്രോബ്ലംസ് അല്ല, പക്ഷേ പട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പട്ടിയുടെ നെർവസ് സിസ്റ്റത്തിനെയും ഹൃദയത്തിനെയൊക്കെ അത് തകരാറിലാക്കും. അതുകൊണ്ട് ഒരിക്കലും പട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കാൻ പാടില്ല. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പം നോക്കുന്ന സമയത്ത് കണ്ണ് ചിമ്മുന്നുണ്ട്, അതേപോലെ തന്നെ തുറക്കുന്നുണ്ട്, കണ്ണടക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത്, ഇപ്പം സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ ആണുങ്ങൾ എന്താ പറയുക, പുരുഷന്മാർ ചിമ്മുന്നതിൻ്റെ ഡബിൾ സ്പീഡിലായിരിക്കും സ്ത്രീകൾ ഇമ വെട്ടുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏകദേശം ഡബിൾ ആയിരിക്കും. ആണുങ്ങൾ ഇമ വെട്ടുന്നതിൻ്റെ ഡബിളായിരിക്കും സ്ത്രീകൾ ഇമ വെട്ടുന്നത്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ നാവുകൊണ്ട് നമ്മളെ എൽബോന്, ഇപ്പോൾ എൽബോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതാണ് എൽബോ എന്ന് പറയുന്ന ഭാഗം, ഇവിടെ ടച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരാൾക്ക് സ്വന്തം നാവുകൊണ്ട് നമ്മളെ എൽബോനെ ടച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടാവും, എൽബോ ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ നാവുകൊണ്ട്. സാധിക്കില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയാണ്. നിങ്ങളൊന്ന് പരീക്ഷ നോക്കുക പറ്റുന്നുണ്ടോയെന്ന്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് പന്നികളെ കുറിച്ചിട്ടാണ്. പന്നികൾക്ക് ആകാശത്തേക്ക് നോക്കാൻ വേണ്ടി കഴിയില്ല. അതിൻ്റെ ബോഡി സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തേക്ക് നോക്കാൻ പറ്റാത്ത പോലെയാണ്. അപ്പോൾ അതിൻ്റെ കണ്ണുകൾ കൊണ്ട് അതിന് ആകാശത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നേരെ നോർമൽ പൊസിഷനിൽ നിന്നിട്ട് പന്നികൾക്ക് നോക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ മൾട്ടിപ്ലിക്കേഷനൊക്കെ പഠിച്ചവരാണ്. പലതരം മൾട്ടിപ്ലിക്കേഷനൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ 1 1 1 അങ്ങനെ ഏകദേശം 9 പ്രാവശ്യം എഴുതുക. 1 1 1 1 1 1 1 1 1 ഇങ്ങനെ 9 പ്രാവശ്യം 1 എഴുതുക. ഗുണിക്കണം, വീണ്ടും 9 പ്രാവശ്യം അതേപോലെ 1 എഴുതുക.
അപ്പം മനസ്സിലായല്ലോ, 1 9 പ്രാവശ്യം എഴുതുക, ഗുണിക്കണം, വീണ്ടും 1 9 പ്രാവശ്യം എഴുതുക. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൻസറാണ്. 1 2 3 4 5 6 7 8 9 8 7 6 5 4 3 2 1 ഇങ്ങനെ ആയിരിക്കും. അതായത് ആരോഹണ ക്രമത്തിൽ 1 മുതൽ 9 വരെ വന്നിട്ട് വീണ്ടും കുറഞ്ഞ് 8 7 9 അങ്ങനെ 8 7 6 ഇങ്ങനെ കുറഞ്ഞ് വന്ന് 1ലേക്ക് എത്തും. അപ്പം അതായിരിക്കും അതിൻ്റെ ആൻസർ. ഇനിയൊന്ന് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നോക്കുക. 1 9 പ്രാവശ്യം എഴുതുക, ഗുണിക്കണം, വീണ്ടും 1 9 പ്രാവശ്യം എഴുതുക. ഇതിൻ്റെ ആൻസറാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി നിങ്ങളൊരു 2 വാക്ക് കേട്ടിട്ടുണ്ടാവും. അതായത് ഇൻവെൻഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും, ഡിസ്കവറി എന്നും കേട്ടിട്ടുണ്ടാവും. രണ്ടും നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കുന്ന കണ്ടുപിടുത്തം എന്നാണ്. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുക. ഓക്കെ, ഇത് കണ്ടുപിടുത്തം, ഇൻവെൻഷൻ ഡിസ്കവറി എന്നൊക്കെ പറഞ്ഞാൽ കണ്ടുപിടുത്തമാണെന്നാണ് നമ്മളെ മനസ്സിൽ വരിക. എന്താണ് ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് അറിയുമോ നിങ്ങൾക്ക്? ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, റേഡിയോ ഇൻവെൻറ്റഡ് ബൈ മാർക്കോണി. അതാണ് ഒരു ഇൻവെൻറ്റഡ് എന്നുള്ള വാക്ക് നമ്മൾ പറയുക. റേഡിയോ ഇൻവെൻറ്റഡ് ബൈ മാർക്കോണി എന്ന് പറയും. കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക എന്ന് പറയുക. കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക. അപ്പോൾ 2 വാക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എവിടെ യൂസ് ചെയ്യുന്നതെന്ന്. പക്ഷെ ഒരിക്കലും കൊളംബസ് ഇൻവെൻറ്റഡ് അമേരിക്ക എന്ന് പറയില്ല, നേരെ തിരിച്ചും പറയില്ല. എന്താ കാര്യം? ഇൻവെൻറ്റഡ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നത് മുമ്പില്ലാത്ത ഒരു കാര്യം കണ്ടുപിടിക്കുന്നതിനാണ് ഇൻവെൻറ്റഡ് എന്ന് പറഞ്ഞ് നമ്മൾ വാക്ക് ഉപയോഗിക്കുക. അതായത് റേഡിയോ ഇൻവെൻറ്റഡ് ബൈ മാർക്കോണി എന്ന് പറയുക. റേഡിയോ വാസ് ഇൻവെൻറ്റഡ് ബൈ മാർക്കോണി. അതായത് റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയാണ്. എന്താ പറയണ്ടേ, ഇത് മുമ്പില്ലാത്തൊരു സാധനമായിരുന്നു. പക്ഷേ കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക എന്ന് പറയുക. അതായത് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു. അമേരിക്ക ഓൾറെഡി മുമ്പ് ഉണ്ടായിട്ടുണ്ട്, മുമ്പ് ഓൾറെഡി അവിടെ ഉള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ ഡിസ്കവർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അത് ക്ലിയർ ആയില്ലേ? അത് മുമ്പ് ഉണ്ടായ ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഡിസ്കവർ എന്നുള്ള വാക്ക് ഉപയോഗിക്കും, വേർഡ് ഉപയോഗിക്കും. മുമ്പില്ലാത്തൊരു കാര്യം പുതുതായി നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിലാണ് ഇൻവെൻഷൻ എന്ന വാക്ക് ഉപയോഗിക്കുക. അല്ലെങ്കിൽ റേഡിയോൻ്റെ കേസിലാകുമ്പോൾ ഇൻവെൻറ്റഡ് ബൈ എന്നാണ് പറയുക. അത് പുതിയൊരു സാധനം ഉണ്ടാക്കിയാണ്. പക്ഷേ ഇപ്പോൾ അമേരിക്ക കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ അമേരിക്ക ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക എന്നാണ് പറയുക. ഇൻവെൻറ്റഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ലിപ്സ്റ്റിക്ക് അധികം ലേഡീസൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ ലിപ്സ്റ്റിക്കിലുള്ള ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഫിഷ് സ്കെയിലാണ്. അത് എന്താ പറയണ്ട ഒരു കണ്ടൻറ്റ്, അതാണ് ഫിഷ് സ്കെയിലാണ്. ഇപ്പോൾ പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ സാധാരണ ഇയർഫോണൊക്കെ ചെവിയിൽ വെച്ചിട്ട് പാട്ടൊക്കെ കേൾക്കാറുണ്ട്. അപ്പം നമ്മൾ ഇയർഫോൺ വെച്ച് ഉപയോഗിച്ച് കഴിയുമ്പം ഒരു 1 hour നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 700 times ബാക്ടീരിയ നമ്മൾ ചെവിയിൽ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ സാധാരണ നമ്മൾ ബാക്ടീരിയാസ് ഉണ്ട്, പക്ഷേ നമ്മളിപ്പം ഇയർഫോൺ ഉപയോഗിക്കുന്നതാണെങ്കിൽ 700 times, അതായത് 700 times അധികം ബാക്ടീരിയാസ് ആയിരിക്കും നമ്മുടെ ചെവിയിൽ ഉണ്ടാവുക. പിന്നെ ഒന്ന് പറയാനുള്ളത്, ജമ്പ് ചെയ്യാൻ പറ്റാത്ത ഒറ്റ ഒരു ആനിമലേ നമുക്കുള്ളൂ, അത് ആനയാണ്. അപ്പം അത് ഏകദേശം ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ജമ്പ് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു ആനിമൽ എന്ന് പറയുന്നത് ആനയാണ്. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു ഫാക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ബട്ടർഫ്ലൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബട്ടർഫ്ലൈ പൂമ്പാറ്റ ടേസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ കാലുകൾ കൊണ്ടാണ്. അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അതിൻ്റെ ഫീറ്റ് ഉപയോഗിച്ചിട്ടാണ് അത് ടേസ്റ്റ് ചെയ്യുന്നുള്ളത്. അങ്ങനെയാണ് ടേസ്റ്റ് മനസ്സിലാക്കുന്നത്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, നമ്മൾ ഒച്ചുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒച്ചുകൾക്ക് വേണമെങ്കിൽ 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് സ്ലീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പുതിയൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത്. 3 വർഷത്തോളം കണ്ടിന്യൂസ് സ്ലീപ്പ് ചെയ്യാൻ വേണ്ടി ഒച്ചുകൾക്ക് സാധിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശരിയോ തെറ്റോ എന്നൊക്കെ നോക്കുക. എനിക്ക് കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരു രസമല്ലേ, ചെറിയൊരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്തത്. എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് പുതിയതായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഇന്ന് നിങ്ങളോട് വിട പറയുന്നു. ഞാൻ സജീഷ് ഗോവിന്ദ്. താങ്ക് യു സോ മച്ച്. ബൈ.